ഇതൊരു നമ്മുടെ ബീച്ചിലാണ് വന്നേക്കണേ. നമ്മുടെ ബിബിൻ്റെ കൂടെയാണ് വന്നേക്കണത്. ബിന്നി അവിടെ ഷൂട്ടിലാണ്. കുറേ നേരം ഞങ്ങളുടെ കപ്പിൾ ഷൂട്ട് എടുത്തു. അതിന് ശേഷം ഇപ്പം എൻ്റെ ഒരു കുറച്ച് സിംഗിൾ ഫോട്ടോസ് എടുത്തു. ഞാനേ ഈ കഴിഞ്ഞ ദിവസം മുടി വെട്ടിയതാണ്. ഒരു ബംഗാളിയാണ് കട്ട് ചെയ്ത്. അവസാനം എന്നെ ബംഗാളി ലുക്കാക്കി. നോക്കി ഇവിടെയൊക്കെ കളഞ്ഞ് ആകെ ബോറാക്കി. അപ്പം ഇന്ന് നമ്മുടെ ആത്മയുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാൻ അതിന് വേണ്ടിയാണ് ഞാൻ പോയി കടയിൽ പോയി ഹെയറൊക്കെ കട്ട് ചെയ്ത് ഇന്ന് നന്നായിട്ട് പോകണമെന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷേ ശരി ആ സാധനം ആ പുള്ളി എൻ്റെ ഒരു ബംഗാളി ലുക്കാക്കി വിട്ടു. എന്നിട്ട് ഞാൻ ആത്മയുടെ മീറ്റിങ്ങിന് പോയപ്പോഴത്തേക്കും തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് പോയത്. ഞാൻ മാത്രം തൊപ്പിയൊക്കെ വെച്ച്, കാരണം ഈ ഹെയർ സ്റ്റൈല് കാണിക്കാതിരിക്കാൻ. അപ്പം ഞാൻ ഫോട്ടോഷൂട്ട് ചെയ്യണില്ലെന്ന് ഞാൻ പറഞ്ഞത്. അന്നേരമാണ് ബിന്നിക്ക് ഫോട്ടോഷൂട്ട് ചെയ്യണം, അപ്പോൾ വരാൻ വേണ്ടി പറഞ്ഞു. ഗൈസ് അവളങ്ങനെ ഫോട്ടോ ചെക്ക് ചെയ്യാണ്. നമ്മൾ ബീച്ചിൽ ഇന്നിങ്ങനെ കുറേ നേരമായിട്ട് ഇങ്ങനെ ഷൂട്ടിലായിരുന്നു. അവൾക്ക് കണ്ണും കുന്തമൊന്നും കാണത്തില്ല. വെറുതെ നോക്കുക, കണ്ണും കുന്തമൊന്നും കാണത്തില്ലേ. ഞങ്ങൾ ഷൂട്ട് ഏകദേശം തീർന്നത്. പാന്തയ്ക്ക് ആകെ വെള്ളം നനഞ്ഞ് വൈറ്റ് പാൻ്റെ മൊത്തം ചെളിയായി. കഴിഞ്ഞോ? നമ്മുടെ ഷൂട്ട് കഴിഞ്ഞു. ഇത്ര ഉമ്മ നീ എനിക്ക് തരുന്നില്ലല്ലോ. എന്ത് ഈ പാൻറ് ഷർട്ടൊക്കെ അളഞ്ഞിട്ടുണ്ടായിരുന്നു. മണലല്ലേ, അപ്പൊ ഇടാൻ പറ്റില്ല. ഗായ്സ് ഞങ്ങളങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് വണ്ടി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ടേക്കാണ്. അവൾ മണലും നമ്മുടെ വെള്ളമൊക്കെ കൊണ്ട് ചീഞ്ഞ് കയ്യും കാലൊക്കെ കഴുകി വന്നോണ്ടിരിക്കുക. ഇനി എന്താണ് നമുക്ക് വീട്ടിൽ പോയ പരിപാടി? ഒത്തിരി പരിപാടിയുണ്ട്. ഇവളാണ് വീട്ടിൽ ഒരു പരിപാടിയും ചെയ്തിട്ടില്ല. എനിക്ക് എന്തെങ്കിലും ഒരു ഓഫ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾക്ക് 100 കൂട്ടം പരിപാടിയാണ്. ഞാൻ എൻ്റെ ഓഫ് ഇവൾക്ക് വേണ്ടിയാണ് കളയുന്നത്.